നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അന്തരിച്ചു. 102-ാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനിക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശ്ശീല വീണത്. VSന്റെ സംസ്കാരം ബുധനാഴ്ച, ചൊവ്വാഴ്ച ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. സംസ്ഥാനത്ത് 3 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച പൊതു അവധി. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുമായി സമരസമിതി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് സംബന്ധിച്ച് 29-ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ് ഉടമ സംഘടനാ നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി സംയുക്തമായി ചർച്ച നടത്തും. വാർത്തകൾ വിശദമായി. വിപ്ലവ സൂര്യൻ മാഞ്ഞു. അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ മനുഷ്യ സ്നേഹമേ, മനുഷ്യ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ വിടവാങ്ങി. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച VSന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ VSന്റെ ചികിത്സ തുടരുന്നതിനിടെയാണ് അന്ത്യം. മരിക്കുമ്പോൾ 101 വയസ്സായിരുന്നു VS അച്യുതാനന്ദന്റെ പ്രായം. കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു VS അച്യുതാനന്ദൻ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച VS അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന CPIM രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന അവസാന നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത്. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് VSന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. VSന്റെ ജീവിത ചരിത്രമെന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് VSന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം. ഉന്നയിക്കുന്ന വിഷയങ്ങളിലും നിലപാടുകളിലും വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട ജനകീയ വിഷയങ്ങളിൽ ജനപക്ഷത്തു നിന്ന് നേതാവായിരുന്നു VS. ഐക്യകേരളം രൂപപ്പെടുന്നതിനു മുമ്പ് ജന്മിത്വത്തിനും അധികാരത്തിനുമെതിരെ ഉജ്ജ്വലമായ സമരങ്ങൾ അദ്ദേഹം നയിച്ചു. നന്നേ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട VSന് അച്ഛൻ പകർന്ന പോരാട്ട വീര്യമാണ് പിന്നീടങ്ങോട്ട് കരുത്തായത്. കമ്മ്യൂണിസത്തിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത് P. കൃഷ്ണപിള്ളയായിരുന്നു. കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട VSന്റെ നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗശൈലി രൂപപ്പെട്ടതും അക്കാലത്താണ്. ആലപ്പുഴ ജില്ലയിലെ കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായി പങ്കെടുത്തു. പുന്നപ്ര വയലാർ സമരത്തിന് പിന്നാലെ പോലീസിന്റെ പിടിയിലായി. 17-ാം വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ VS പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലും വൻ രാഷ്ട്രീയ ശക്തിയാക്കുന്നതിലും സുപ്രധാന പങ്കുവഹിച്ചു. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ പാർട്ടിയുടെ 9 സംസ്ഥാന സമിതി അംഗങ്ങളിൽ ഒരാളായിരുന്നു VS. പാർട്ടി ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന VS പാർട്ടിക്കകത്തും തികഞ്ഞ പോരാളിയായിരുന്നു. പാർട്ടിക്കു പുറത്തെ എതിരാളികളെ നേരിടുന്നതിനേക്കാൾ കണിശതയോടെ പാർട്ടിക്കകത്തും ശബ്ദമുയർത്തി.
പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും പാർട്ടിയുടെ അച്ചടക്ക നടപടി ഭയന്ന് സ്വന്തം നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയില്ല. 2006 പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യഘട്ടത്തിൽ VSന്റെ പേരുണ്ടായിരുന്നില്ല. പിന്നീട് പാർട്ടി പ്രവർത്തകരുടെ വൻ പ്രതിഷേധമുയർന്നതോടെയാണ് മലമ്പുഴയിൽ നിന്ന് മത്സരിച്ചത്. 20,000-ലധികം വോട്ടിന്റെ കരുത്തിലാണ് തിരഞ്ഞെടുപ്പ് ജയിച്ച കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം നടന്നു കയറിയത്. ആരോപണങ്ങളും വിമർശനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയെങ്കിലും അണികൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു VS. നീതി നിഷേധിക്കപ്പെട്ടവരിൽ തങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു നേതാവുണ്ട് എന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് VS എന്ന കമ്മ്യൂണിസ്റ്റിന്റെ വിജയം. VSന്റെ മൃതദേഹം ബുധനാഴ്ച സംസ്കരിക്കും. ചൊവ്വാഴ്ച ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കേരളത്തിന്റെ പ്രിയ നേതാവ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വൈകിട്ട് 3:20 അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം AKG സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 100 കണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നത്. തുടർന്ന് രാത്രി VSന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. നാളെ വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. മറ്റന്നാൾ രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ആലപ്പുഴ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം ആലപ്പുഴയിൽ വലിയ ചുടുകാട് ശ്മശാനത്തിൽ വൈകിട്ടോടെ സംസ്കാരം നടത്തും. പാർട്ടി പതാകകൾ താഴ്ത്തിക്കെട്ടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർദ്ദേശം നൽകി. സമരാഗ്നിയിൽ ജ്വലിച്ച VS. കേരള ചരിത്രത്തിൽ മായാത്ത രണ്ടക്ഷരം. ഉജ്ജ്വല സമരപാരമ്പര്യത്തിന്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു VS അച്യുതാനന്ദൻ. തലനരയ്ക്കുന്നതല്ലെന്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിന്റെ തിരുമുമ്പിൽ തലകുനിക്കാത്ത ശീലമെൻ യൗവനം. പുന്നപ്ര വയലാർ സമരാഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാവിന് വിട. സമരപ്പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയ രാഷ്ട്രീയ ജീവിതം. 1921 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദന്റെ ജനനം. വ്യക്തിജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും നെഞ്ചുറപ്പോടെ നേരിട്ട പോരാളി. ചെറുത്തുനിൽപ്പുകൾ, പ്രതിഷേധങ്ങൾ, മർദ്ദനങ്ങൾ, ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം, ഒളിവ് ജീവിതം, അറസ്റ്റ്, ദിവസങ്ങൾ നീണ്ട കൊടിയ പോലീസ് മർദ്ദനം, ഇവയ്ക്കൊന്നും VS എന്ന പോരാട്ട വീര്യത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ജയിൽവാസവും നീണ്ട ഒളിവ് ജീവിതവും എല്ലാം VS എന്ന ഈ രാഷ്ട്രീയ മനുഷ്യനെ പരിവപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം തയ്യൽ തൊഴിലാളിയായി. അതിനിടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗമായി. 1954 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ VS 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1959 CPI ദേശീയ കൗൺസിൽ അംഗം. 1964 CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിവന്ന 32 പേർ ചേർന്ന് CPIM രൂപീകരിച്ചു. അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയും VS അച്യുതാനന്ദൻ മാത്രമായിരുന്നു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു VSന്റെ ആദ്യകാല പ്രവർത്തനം. ദുരിതജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തു പകർന്നു നൽകുകയായിരുന്നു VS എന്ന നേതാവ്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. കാലങ്ങളായി ജന്മിത്തമ്പ്രാക്കൾക്ക് മുൻപിൽ തലകുനിച്ച് കൈകൂപ്പി നിന്നിരുന്ന തൊഴിലാളികൾ വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കുട്ടനാടിന്റെ വയലേലകളിൽ കൊടുങ്കാറ്റായി അലയടിച്ചു. എന്നാൽ VS എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ ജന്മിമാർ ഉത്തരവ് പ്രഖ്യാപിച്ചു. പുന്നപ്ര വയലാർ സമരത്തിന് പിന്നാലെ അറസ്റ്റിലായ VS കൊടിയ മർദ്ദനത്തിന് ഇരയായി. കാലിൽ ബയണറ്റ് കുത്തിയിറക്കി മരിച്ചെന്ന് കരുതി VSനെ പോലീസുകാർ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അവിടെ നിന്നും അയാൾ തിരികെ വന്നു. പിന്നീടങ്ങോട്ട് പകരക്കാരനില്ലാത്ത രാഷ്ട്രീയ നേതാവായി, കമ്മ്യൂണിസ്റ്റ് നേതാവായി അദ്ദേഹം ഉയർന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 3 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു.
നാളെ സംസ്ഥാനത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ 22-ന് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. പരീക്ഷകളടക്കം മാറ്റിവെച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് നാളെ നടത്താനിരുന്ന കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പും മാറ്റിയിട്ടുണ്ട്. ഈ മാസം 26-ലേക്കാണ് തെരഞ്ഞെടുപ്പ് മാറ്റിയത്. VSന്റെ വിയോഗത്തിൽ പ്രമുഖർ അനുശോചിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. VS എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന VS അച്യുതാനന്ദൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പ് ഞാൻ ശിരസ് വഹിക്കുകയാണ്. VSനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ വളർന്നു വന്ന് പാർട്ടിയിൽ ഔന്നത്യത്തിലെത്തിയ ഒരു നേതാവാണ്. പാർട്ടിയുടെ താഴെത്തരം മുതൽ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം വരെ എത്താൻ അദ്ദേഹത്തിന് തന്റെ പ്രവർത്തനം കൊണ്ട് കഴിയുകയുണ്ടായി. അദ്ദേഹം വളരെ കഷ്ടപ്പാടും പ്രയാസവും നിറഞ്ഞ ബാല്യകാലവും അതിൻ്റെയൊക്കെ ദുരന്തവും അനുഭവമൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് ആക്കം കിട്ടുകയാണ് ചെയ്തത്. കർഷകരുടെയും കർഷക തൊഴിലാളികളെയും പണിയെടുക്കുന്നവരെയൊക്കെ തന്നെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസത്തെ കെട്ടിപ്പടുക്കുന്നതിന് വലിയ സംഭാവനയാണ് നൽകിയത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് 1964 വേർപിരിഞ്ഞതിന് ശേഷം CPM രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനത്തിന് നിർണായകമായ പങ്കാണ് VS വഹിച്ചത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾക്കും ചരിത്ര സൃഷ്ടിക്കും നേതൃത്വം നൽകിയ അസാമാന്യമായ ജനസ്വാധീനമുള്ളൊരു നേതാവായിരുന്നു അന്തരിച്ചുപോയ VS അച്യുതാനന്ദൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ നിർണായകമായ നിമിഷത്തിൽ CPIM രൂപീകരണത്തിൽ നേതൃത്വം നൽകിയ നേതാക്കന്മാരുടെ നിരയിലെ അവസാനത്തെ കണ്ണിയും അദ്ദേഹത്തിന്റെ തിരോധാനത്തോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. പുന്നപ്പുറ വയലാർ സമരത്തിലൂടെ സമരനായകനായി വളർന്നു വന്ന ശ്രീ സഖാവ് VS അച്യുതാനന്ദൻ രോഗശൈലിയിൽ കിടക്കുന്നതുവരെ തികഞ്ഞ ഒരു പുരോഗമനവാദിയും തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട ഭൂമിയിലെ സമരനായകനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. CPIMന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് സഖാവ് VS അച്യുതാനന്ദൻ്റേത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPIM രൂപീകരിച്ച നേതാക്കളിൽ പ്രമുഖനായിരുന്നു സഖാവ് VS. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളം കേരളത്തിലെ പാർട്ടിയെ നയിക്കുകയുണ്ടായി. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലെല്ലാം അദ്ദേഹം കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും പുരോഗമന പ്രസ്ഥാനത്തിനും അതുല്യമായ സംഭാവനകൾ നൽകുകയുണ്ടായി. പാർട്ടിയുടെ മാത്രമല്ല, പാർട്ടിക്ക് പുറത്തുള്ള ഒരു വൻ ജനാവലിയുടെ ഏതാണ്ട് കേരളീയ സമൂഹത്തിന്റെ ആകെ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം. VS കാലത്ത് അസുഖത്തിന് ശേഷം ഇന്നാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും പുന്നപ്പുറ വയലാർ സമരത്തിലുമൊക്കെ ഇന്ന് അവശേഷിക്കുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവ് VS. കേരളത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിലും സഖാവ് VS വലിയൊരു പങ്കുണ്ട്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും. തീർച്ചയായും അദ്ദേഹത്തിന്റെ വിയോഗം ഈ നാടിനുണ്ടായ വലിയ നഷ്ടങ്ങളിലൊന്നാണ്. ഭരണകർത്താവ് എന്നുള്ള നിലയിൽ അഴിമതിരഹിതമായ ഒരു കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ ഉൾപ്പെടുന്ന ജനവിഭാഗത്തിന്റെ പോരാട്ടങ്ങളുടെ നായകൻ എന്ന നിലയ്ക്ക് ആവശ്യ ജനവിഭാഗങ്ങളുടെ ജീവിതം
രീതിയിലാക്കുന്നതിന് വേണ്ടി എല്ലാമുള്ള നടപടികൾ സഖാവ് VS സ്വീകരിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളി യൂണിയന്റെ തുടക്കകാലം മുതലുള്ള നേതാവായിരുന്നു സഖാവ് VS. രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ത്യാഗം സഹിച്ച് താഴെ തലത്തിൽ നിന്നും ഇത്രമാത്രം ഉന്നതമായ സ്ഥാനത്തെത്തിയ അപൂർവ നേതാക്കളിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റ് വൈജ്ഞാനിക മേഖലയിലെ പങ്കാളിത്തവും പരിശോധിക്കുമ്പോൾ അദ്ദേഹം എത്തിച്ചേർന്ന തലങ്ങൾ കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നും പഠിച്ച് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ശംഖും കരളുമായി മാറി ഒരു ജനതയുടെ ഹൃദയത്തിലേക്ക് നടന്നെടുക്കുക എന്നതിന്റെ കരുത്തും ശക്തിയുമാണ് VS അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനും ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ഒരു വ്യാഴവട്ടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി നഗരത്തിൽ മൗനജാഥ നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, MB പ്രവീൺ, സീതാ രവീന്ദ്രൻ, PG ജയപ്രകാശ്, KB ഷിബു, KB ജയൻ, KK സതീശൻ, KA സൈഫുദ്ദീൻ, CK ലിജീഷ്, GK ജിന്നി, ഭവീഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. VSന്റെ വിയോഗത്തിൽ അനുശോചിച്ച് CPM എരുമപ്പെട്ടിയിൽ മൗനജാഥ നടത്തി. വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അവാൽമണി, ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, TK ശിവൻ, PT ദേവസി, കുഞ്ഞുമോൻ കരിയന്നൂർ, PT ജോസഫ്, NB ബിജു, MN മിഥുൻ, സുമന സുഗതൻ, NP അജയൻ, സ്വപ്ന പ്രദീപ്, OS മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് സംബന്ധിച്ച് 29-ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ്സുടമ സംഘടനാ നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി സംയുക്തമായി ചർച്ച നടത്താനും തുടർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും PCC 1 മാസത്തേക്ക് മാറ്റിവെക്കാനും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നിയമപരമായി തടസ്സമില്ലെങ്കിൽ സ്റ്റാറ്റസ് കോ തുടരാനും തീരുമാനിച്ചു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാര്യത്തിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമായി നിജപ്പെടുത്തുന്ന തരത്തിൽ ആപ്പ് സംവിധാനം 45 ദിവസത്തിനുള്ളിൽ നിലവിൽ വരുന്ന തരത്തിൽ തീരുമാനമുണ്ടാക്കി തരാമെന്നും തീരുമാനമായി. ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. ഞായറാഴ്ച രാത്രി 11:40-നായിരുന്നു സംഭവം. എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരി സ്വദേശി 62 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ആമ്പല്ലൂർ അളഗപ്പ നഗർ സ്വദേശി സിജോ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസിന്റെ പിടിയിലായി. ഇന്നലെ പകൽ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിംഗ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ടച്ചിംഗ് തർക്കത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ പിന്തുടർന്നെത്തിയ യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തി ഓടിപ്പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് ഊർജിത അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. ചാവക്കാട് മണത്തല കോട്ടപ്പുറത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. പുതിയറ സർവീസ് റോഡിന്റെ പടിഞ്ഞാറ് വശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ മുൻവശത്ത് നിന്നാണ് ചെടി കണ്ടെത്തിയത്. സംഭവത്തിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ ആളെ അന്വേഷിച്ചു വരികയാണ്. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോയും സംഘവും ചേർന്നാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ AB അരുൺകുമാർ, TR സുനിൽ, അനിൽ പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർ ജംഷീർ, റഫീഖ് എന്നിവരും ഉണ്ടായിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു.
കടങ്ങോട്, ചിറമനേങ്ങാട്, വെള്ളറക്കാട് എന്നീ 3 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. 10 കിലോമീറ്റർ അധികമാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തന പരിധി. അതിനാൽ തന്നെ നൂറുകണക്കിന് ഗുണഭോക്താക്കളാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിവസവും ഇവിടെ എത്തുന്നത്. എന്നാൽ സ്ഥിരമായി വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ആവശ്യങ്ങൾ നടക്കാതെ ഗുണഭോക്താക്കൾ മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണുള്ളത്. വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ പല ആവശ്യങ്ങൾക്കായി ദിവസങ്ങളോളം വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ്. സ്ഥലം മാറിപ്പോകുന്ന ഓഫീസർമാർക്ക് പകരം പുതിയ ആളെ നിയമിക്കാൻ എടുക്കുന്ന കാലതാമസവും ചാർജ് എടുക്കുന്നവർ അവധിയിൽ പോകുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം. എത്രയും പെട്ടെന്ന് സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിച്ചുകൊണ്ട് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ ആവശ്യപ്പെട്ടു. ചെമ്മണ്ണൂർ സ്വദേശിയെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ കുന്നംകുളം നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെ 5 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തതായി പരാതിക്കാരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പണിക്കശ്ശേരി വീട്ടിൽ പ്രബീഷാണ് തനിക്ക് നേരെയുള്ള ആക്രമണത്തിൽ കൌൺസിലർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതായി അറിയിച്ചത്. കുന്നംകുളം നഗരസഭാ കൌൺസിലർ സജീവൻ, കുന്നംകുളത്തെ മുൻ MLAയുടെ ഡ്രൈവറായ ശ്രീകാന്ത്, ബൈജു, മനീഷ്, ടുട്ടു, ധന്യ എന്നിവർക്കെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിക്കാരന്റെ വീടിന്റെ അതിരിലെ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തന്നെ പ്രതികൾ ആക്രമിക്കാൻ കാരണമെന്നും പ്രബീഷ് പറഞ്ഞു. 2022 6-അംഗ സംഘം മർദ്ദിക്കുകയും പിന്നീട് നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭീഷണി തുടരുന്ന സാഹചര്യത്തിലാണ് പോലീസിൽ പരാതി നൽകിയതെന്നും പ്രബീഷ് പറഞ്ഞു. സംഭവത്തിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ഈ പ്രതികളായിരിക്കുമെന്നും പ്രബീഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കേക്കാട് പഞ്ചായത്തിൽ ഭരണസമിതി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. പഞ്ചായത്ത് ജീവനക്കാരുടെ കുറവ് കാരണം പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് അടിയന്തരമായി യോഗം ചേരുകയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുകയുമായിരുന്നു. സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, UD, LD ക്ലർക്കുമാർ, ഓവർസിയർമാർ എന്നിവരുടെ ഒഴിവുകളാണുള്ളത്. പഞ്ചായത്തിലെ ഓഫീസ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഭരണസമിതി അടിയന്തരമായി യോഗം ചേർന്ന് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത്. പ്രിൻസിപ്പൽ ഡയറക്ടർക്കും ജോയിന്റ് സെക്രട്ടറിക്കും പ്രമേയവും പരാതിയും നൽകാനും യോഗം തീരുമാനിച്ചു. പൊതുവെ ILGMS എന്ന സോഫ്റ്റ്വെയർ മാറി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ K-സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായ പരിശീലനം നൽകാതെ, കൃത്യമായി ജീവനക്കാർക്ക് അതിൻ്റെ പരിശീലനം നൽകാത്തത് കൊണ്ട് അവർക്ക് അതിൽ മുഴുവൻ സമയവും ചെയ്തിട്ട് പോലും ആ പണികൾ തീർക്കാനോ ആ സോഫ്റ്റ്വെയറിലെ അറിവ് ഇല്ലായ്മ മൂലം അവർക്ക് ജോലി ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ്. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്, പ്രയാസപ്പെടുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അത് മനസ്സിലാക്കി പല പ്രാവശ്യവും JDA ഓഫീസുമായിട്ട് പ്രസിഡന്റ് എന്ന രീതിയിലും ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ കൂടി ബന്ധപ്പെട്ടിട്ടും ഒരു പരിഹാരമാർഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെതിരെ ഭരണസമിതി ഒറ്റക്കെട്ടായി ഇന്ന് ഒരു തീരുമാനമെടുത്ത് നമ്മുടെ സ്റ്റേറ്റിലെ പ്രിൻസിപ്പൽ ഡയറക്ടർക്കും അതുപോലെ തന്നെ ജില്ലയിൽ JDക്കും ഒക്കെ ഒരു പ്രമേയം പാസാക്കി ഒരു പരാതി നൽകുകയാണ്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സിംപോസിയം സംഘടിപ്പിച്ചു. താടിയെല്ലിലെ പേശികളും പല്ലുകളും തമ്മിലുള്ള ബന്ധത്തിലുള്ള മാറ്റങ്ങൾ മൂലം തലവേദന, ഉറക്കക്കുറവ് എന്നിവയിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്ന വിഷയത്തിൽ 50-ലധികം ഡോക്ടർമാർക്കുള്ള ശില്പശാലയാണ് സംഘടിപ്പിച്ചത്. ഡോക്ടർ ധനലക്ഷ്മി MTS PhD ക്ലാസുകൾ നയിച്ചു. കുട്ടികളിലെ മുഖത്തിലെ വൈകല്യങ്ങൾ മുൻപേ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നതിനുള്ള ബോധവൽക്കരണ ക്യാമ്പുകൾ ഏർലി സ്റ്റെപ്സ് ടു പെർഫെക്റ്റ് സ്മൈൽ എന്ന പേരിൽ 10,000-ലധികം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നടത്തുമെന്ന് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഡോക്ടർ ജോവി ഊക്കൻ, ഡോക്ടർ സുനിൽ മുഹമ്മദ് എന്നിവർ അറിയിച്ചു. തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുട്ടികളുടെ ദന്തരോഗ സംരക്ഷണത്തിനായി സ്കീമുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ആലോചിക്കുന്നതായും ഭാരവാഹികൾ വ്യക്തമാക്കി. കുന്നംകുളം IDA സെക്രട്ടറി ഡോക്ടർ ജിജിൻ ജോയ് പനക്കൽ, ട്രഷറർ ഡോക്ടർ നജ്മുദ്ദീൻ, DDE കൺവീനർ ഡോക്ടർ ടെറൻസ് എബ്രഹാം, CDH കൺവീനർ ഡോക്ടർ ഡെറിക് ജോസഫ് എന്നിവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ 3-ാം വാർഡ് ബ്ലാങ്ങാട് വൈലിയിലെ BJP ജനപ്രതിനിധി പ്രദേശവാസികൾക്ക് നൽകിയ റോഡ് സംബന്ധിച്ച വാഗ്ദാനം നടപ്പിലാക്കിയില്ലെന്നാരോപിച്ച് CPIM നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM കടപ്പുറം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല പാർട്ടി ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ് അധ്യക്ഷനായി. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം KV അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CK വേണു, ബീന, MS പ്രകാശൻ, വസന്ത വേണു, ബ്രാഞ്ച് സെക്രട്ടറി MT ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പറക്കാട് ഗ്രാമം ലഹരി വിരുദ്ധ പദയാത്ര നടത്തി.
കലാദീപം വായനശാലയുടെയും ഫ്രണ്ട്സ് വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് പാവർട്ടി പോലീസ് സ്റ്റേഷൻ SI അനുരാജ് നിർവഹിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് TN ലെനിൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പറക്കാട് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പരമേശ്വരൻ തച്ചംകുളം, സെക്രട്ടറി PS സുഷീർ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ 11ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. നാടിനാകെ ആരോഗ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുണ്ടന്നൂർ ചുങ്കം ഹെൽത്ത് സെന്ററിൽ 7 ദിവസമാണ് ഔഷധക്കഞ്ഞി വിതരണം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷമായി ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ബ്ലോക്ക് കോർഡിനേറ്റർ അമ്പിളി വിനോദ്, ഓമന ഉണ്ണികൃഷ്ണൻ, VK സഫിയ, KM ആസിയ, ദമയന്തി രാവുണ്ണി, നളിനി രവീന്ദ്രൻ, ഗിരിജ ഷാജു, ബിന്ദു എന്നിവർ സംസാരിച്ചു. ഗൃഹാതുരസ്മരണകളുടെ നിറവിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അക്കിക്കാവ് TMVHSലെ 1985-86 വർഷത്തെ SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പഴയ കൂട്ടുകാരുടെ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കായി. കാലമല്ല സുഹൃത്ബന്ധങ്ങളുടെ അളവുകോൽ എന്നതിന്റെ ഉദാഹരണമായി അരനൂറ്റാണ്ടിനു ശേഷം ഒരു ഒത്തുചേരൽ. സുഹൃത്ത് സംഗമം എന്ന പേരിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെ അവർ തെരഞ്ഞെടുത്തത് കൂടുതൽ അംഗങ്ങളും 1ാം ക്ലാസ് മുതൽ പഠനമാരംഭിച്ച അക്കിക്കാവ് ആൽത്തറ LMUP സ്കൂളായിരുന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ രൂപീകരിച്ച സുഹൃത്ത് സംഗമം സ്കൂൾ ഹാളിൽ വെച്ച് ഗ്രൂപ്പ് പ്രസിഡന്റ് സുരേഷ് തിപ്പിലശ്ശേരി വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സേതുമാധവൻ, ട്രഷറർ ഉമ്മർ, രക്ഷാധികാരികളായ അജയ് ഘോഷ്, ശിവദാസൻ എന്നിവർ സംഗമത്തിന് ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികൾക്ക് പുറമെ കുടുംബാംഗങ്ങളും പങ്കെടുത്തത് ആഹ്ലാദമായി. ഔപചാരിക ചടങ്ങുകൾക്ക് ശേഷം പഴയകാല ഓർമ്മകൾ പങ്കുവച്ചും ഉച്ചഭക്ഷണത്തിന് ശേഷം പാട്ടുപാടിയും നൃത്തം അവതരിപ്പിച്ചും തമാശകൾ പറഞ്ഞും ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫികളുമായി വൈകിട്ട് 4-ന് സംഗമം സമാപിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ചാലിശ്ശേരി സെന്റ് ഔഗൻസ് പള്ളിയിൽ അബ്രഹാം മാർ കുറിലോസ് ബാവയുടെ 223ാം ഓർമ്മ പെരുന്നാൾ ആഘോഷം നടന്നു. പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും പൊതുസദ്യയും ഉണ്ടായിരുന്നു. വിശുദ്ധ കർമ്മങ്ങൾക്ക് ഫാദർ പ്രിൻസ് ഐ കോലാടി കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സെക്രട്ടറി MV രാജു, ട്രഷറർ ബോബൻ സി പോൾ എന്നിവർ അടങ്ങുന്ന ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. ചാവക്കാട് തിരുവത്ര TT മാധവൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യുവകലാസാഹിതി സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ചേരി GM LP സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ചാവക്കാട് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ അധ്യക്ഷനായി. CPI മണ്ഡലം കമ്മിറ്റി അംഗം രുക്മിണി വേണുഗോപാൽ, ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA ശിവദാസൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി MK ഷാജി സ്വാഗതവും പ്രസിഡന്റ് NK രമേശൻ നന്ദിയും പറഞ്ഞു. VA ബക്കർ, MS സുബീൻ, KK ത്രിവിക്രമൻ, MA ധർമ്മപാലൻ, TM ബാബു, ഓമന ഭദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാട്ടിഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മ ഒത്തുചേർന്നു. സംഗീതത്തിൽ അലിഞ്ഞ ലൈബ്രറി ഓപ്പൺ സ്റ്റേജും പരിസരവും. റിപ്പോർട്ടിലേക്ക്. വരൂ, ഒരു ചായ മോന്തി പരിപ്പുവട തിന്ന് കുറച്ച് വർത്തമാനം പറഞ്ഞും പാട്ടുപാടിയും കൂടാം. വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഒരു ഹെഡ്ലൈൻ പോസ്റ്റർ കണ്ട് കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി CV ശ്രീരാമൻ ഹാളിൽ വന്നെത്തിയത് കുന്നംകുളത്തുകാർ മാത്രമല്ല, തൃശൂരിൽ നിന്നും വാടാനപ്പള്ളിയിൽ നിന്നും വരെയാണ്. കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള മ്യൂസിക് ഫോറമാണ് ഇങ്ങനെ ഒരു ആശയം തുടങ്ങിവെച്ചത്. പാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം തുടങ്ങിയ ആദ്യ പരിപാടിയിൽ പ്രത്യേകം ക്ഷണിച്ച 20ഓളം പേരാണ് ഒത്തുചേർന്നതെങ്കിൽ ഇത്തവണ എത്തിയത് 50ഓളം പേർ.
ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് അവിടെ ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ് തളിരുമരം ചോട്ടിൽ വെച്ച് തുളസി വെറ്റില്ല നുള്ളുമ്പോ ചായയും പരിപ്പുവടയും മാത്രമല്ല പാട്ടുപാടാനുള്ള മികച്ച ശബ്ദ സംവിധാനവും ഒരുക്കിയാണ് പരിപാടി എന്നതുകൊണ്ട് പലർക്കും നല്ലൊരു സദസ്സിന് മുൻപിൽ നന്നായി ഒരു പാട്ട് പാടാനുള്ള അവസരം കൂടിയായി മാറുകയാണ് ഈ സംഗീത സൗഹൃദം. നാടകപ്രവർത്തകനും ചിത്രകാരനും മ്യൂസിഷ്യനുമായ സുനിൽ ചൂണ്ടലും കിഷോർ കക്കാടും ശശി ആഴ്ചത്തുമാണ് മ്യൂസിക് ഫോറത്തിന്റെ സംഘാടകർ. മാസത്തിൽ ഒരു ദിവസം എന്ന രീതിയിൽ ഈ പാട്ടും പാടി കൂടാം പരിപാടി തുടരുമെന്ന് സംഘാടകരും അടുത്ത കൂടലിന് കാത്തിരിക്കുകയാണെന്ന് ഒത്തുകൂടിയവരും പറഞ്ഞു. കുന്നംകുളം മാർത്താറ്റ് ഹോളി ക്രോസ് ഇടവകയിലെ സെന്റ് തോമസ് കുടുംബ കൂട്ടായ്മ വാർഷികം ആഘോഷിച്ചു. ഞായറാഴ്ച തിരുകർമ്മങ്ങളോടെ കുടുംബ കൂട്ടായ്മ വാർഷികത്തിന് തുടക്കം കുറിച്ചു. വൈകിട്ട് 6-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ നൊവേന, നേർച്ച വിതരണം എന്നിവയുണ്ടായി. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 6:30-ന് പാരിഷ് ഹാളിൽ ആരംഭിച്ച വാർഷികാഘോഷത്തിൽ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സിമി ജോസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഉല്ലാസ് അക്കൗണ്ട് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിസ്റ്റർ അഞ്ജന, ഇടവക ട്രസ്റ്റി റാഫി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ യൂണിറ്റിലെ മുതിർന്ന അംഗത്തെ ആദരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വിജയം വരിച്ചവരെ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. വാർഷികാഘോഷത്തിലേക്ക് കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് ഷൈജു ആളൂർ സ്വാഗതവും പൗളി ഇട്ടൂപ്പ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാസന്ധ്യയും സ്നേഹവിരുന്നും ഉണ്ടായി. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെട്ടൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാനെ വരവായ ചൊല്ല്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ആശയവുമായി വീടുകളിൽ നിന്നും വിവിധതരം ബലവൃക്ഷ തൈകൾ കൊണ്ടുവന്ന് ആത്മമിത്രങ്ങൾക്ക് കൈമാറുന്ന ചങ്ങാതിക്കൊരു തൈ പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി. നഗരസഭ, കൃഷിഭവൻ, ജില്ലാ ഹരിത കേരള മിഷൻ എന്നിവ സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി വാർഡ് 24-ലെ ആനായിക്കൽ CMS-LP സ്കൂളിലാണ് ആരംഭിച്ചത്. സ്കൂളിലെ എല്ലാ കുട്ടികളും ഓരോ ഫലവൃക്ഷ തൈകൾ കൊണ്ടുവരണമെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളോട് അറിയിച്ചതിനെ തുടർന്ന് എല്ലാ കുട്ടികളും ഏറെ ഉത്സാഹത്തോടെ തന്നെ തൈകൾ കൊണ്ടുവന്നു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ വെച്ച് തൈകൾ പരസ്പരം കൈമാറി. ഇതോടൊപ്പം നഗരസഭ കൃഷി വകുപ്പുമായി സഹകരിച്ച് കുട്ടികൾക്ക് 100 കശുമാവിൻ തൈകളും വിതരണം ചെയ്തു. ഫലവൃക്ഷ തൈകൾ വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാനും തുടർന്ന് അതിനെ പരിപാലിക്കാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ അധ്യാപകർ കുട്ടികൾക്ക് നൽകി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഒരു തൈ നടാം 1 കോടി ഫലവൃക്ഷ തൈകൾ ക്യാമ്പയിന്റെ ഭാഗമായാണ് നഗരസഭാ തലത്തിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതി ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ TB ബിനീഷ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ഷീജ P രാഘവൻ, കൃഷി ഓഫീസർ ജയൻ മുതുകുളം, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ഭവ്യ വിൻസാൽ, PTA പ്രസിഡന്റ് രേഷ്മ ജയറാം, സ്റ്റാഫ് സെക്രട്ടറി സിമി സോളമൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്നിവയുണ്ടായി. തുടർന്ന് ക്ഷേത്ര പരിസരത്ത് ആനയൂട്ട് നടന്നു. 6 ആനകൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ ശനിയാഴ്ച ശ്രീരാമ പട്ടാഭിഷേകം, നാമജപ സമിതിയുടെ പ്രസാദഊട്ടും ഉണ്ടാകും. പുനേർകുളം പെരിയമ്പലം 2-ാം നമ്പർ അംഗൻവാടി കെട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ KH ആബിദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങൾ CDPO പ്രമീള, ICDS സൂപ്പർവൈസർ KK സിന്ധു, അംഗൻവാടി വർക്കർ ജംഷീന, നിർമ്മിതി പ്രൊജക്ട് എഞ്ചിനീയർ M ബീന എന്നിവർ സംസാരിച്ചു.
യത്തീംഖാന റോഡിൽ 3 സെന്റ് ഭൂമിയിലാണ് ചുറ്റുമതിൽ, ഗേറ്റ് എന്നിവയോടെ 820 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. താഴെ ഹാളിൽ ലൈബ്രറിയും മുകൾ നിലയിൽ കളിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മുൻ MP TN പ്രതാപനാണ് 26.30 ലക്ഷം രൂപ കെട്ടിടത്തിന് അനുവദിച്ചത്. അഗതിയൂർ കലശമല ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം മേൽശാന്തി PV രാജുശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കല്ലഴിക്കുന്ന് വാരിയേഴ്സ്, കല്ലഴിക്കുന്ന് നരിമട തുടങ്ങിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി സാധു, പാമ്പാടി സുന്ദരൻ, പെരുമ്പറമ്പ്, കാവേരി, പള്ളിക്കൽ, മിനിമോൾ തുടങ്ങിയ ആനകൾ ഊട്ടിൽ പങ്കെടുത്തു. വൈകിട്ട് ചുറ്റുവിളക്ക്, പാനകപൂജ, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടായി. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ പ്രമുഖ സംഘടനയായ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റായി കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസനെ തുടർച്ചയായി 9ാം വർഷവും തെരഞ്ഞെടുത്തു. സംഘടനയുടെ ആരംഭകാലം മുതൽ തുടർച്ചയായി പ്രസിഡന്റായി തുടരുന്ന ലബീബ് ഹസന്റെ നേതൃത്വത്തിൽ ഇക്കാലയളവ് കൊണ്ട് 3.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് പൊതുസമൂഹത്തിനായി നടത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം 50 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തി. ഷമീർ ഇഞ്ചിക്കാലയിൽ സെക്രട്ടറി, സക്കറിയ ചീരൻ ട്രഷറർ, വൈസ് പ്രസിഡന്റുമാരായി CK അപ്പുമോൻ, ജിനാഷ് തെക്കേക്കര, ജോയിന്റ് സെക്രട്ടറിമാരായി KV സാംസൺ, EMK ജിഷാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ബക്കർ പെൻകോ, PM ബെന്നി, ജിനാഷ് നായർ, സിംല ഹസൻ, പേൾജു ബേബി ചുങ്കത്ത്, G സുരേഷ് ബാബു, PK പ്രജോദ്, രാകേഷ് രാജ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാഷാ സമര അനുസ്മരണവും തൃശൂർ ജില്ലാതല അലിഫ് അറബിക് ടാലന്റ് പരീക്ഷയും നടന്നു. ഓരോ ഉപജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ തലത്തിൽ മത്സരിച്ചത്. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 76 വിദ്യാർത്ഥികൾ ജില്ലാ തലത്തിൽ മത്സരിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ഈ മാസം 27-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന അലിഫ് സംസ്ഥാനതല മത്സരത്തിൽ 1ാം സ്ഥാനക്കാർ മത്സരിക്കും. സമാപന സമ്മേളനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. KATF തൃശൂർ ജില്ലാ പ്രസിഡന്റ് മൂസിൻ പാടൂർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന കൌൺസിലർ K അഷ്റഫ് ഭാഷാ സമര അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രമുഖ IT ട്രെയിനർ ഗഫൂർ ആറ്റൂർ പാരന്റിംഗ് സെക്ഷൻ നിയന്ത്രിച്ചു. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ്, സംസ്ഥാന കൌൺസിലർ PH മുസ്തഫ, വനിതാ വിംഗ് സംസ്ഥാന കൌൺസിലർ KI സീനത്ത്, സീനിയർ വൈസ് പ്രസിഡന്റ് MK സലാഹുദ്ദീൻ, AV കാമിൽ, അൻസാർ വടക്കാഞ്ചേരി, നസീം കുന്നംകുളം, വനിതാ വിംഗ് തൃശൂർ ജില്ലാ ചെയർപേഴ്സൺ KA ഷബ്ന എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി C അനസ് ബാബു സ്വാഗതവും ട്രഷറർ കബീർ ബുസ്താനി നന്ദിയും പറഞ്ഞു. ജൂലൈ 24-ന് നടക്കുന്ന കർക്കിടക വാവുബലിക്കായി ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 3-ന് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുള്ള സ്ഥിരം ബലി മണ്ഡപത്തിൽ ബലികർമ്മങ്ങൾ ആരംഭിക്കും. തിലഹോമവും ഉണ്ടാകും. ശാന്തിമാരായ PA അനീഷ്, K പുരുഷോത്തമൻ, സന്ദീപ് സന്തോഷ് എന്നിവർ കാർമ്മികരാകും. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും ഉണ്ടാകും. ശാസ്ത്രവിസ്മയത്തിന്റെ അവബോധമൊരുക്കി ചാന്ദ്രദിനാചരണം. വിദ്യാലയങ്ങളിൽ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും വൈവിധ്യമാർന്ന പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. മരത്തംകോട് മാർ പീലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂളിൽ നടന്ന ചാന്ദ്രദിനാചരണത്തിൽ പ്രധാന അധ്യാപകൻ ഫാദർ സജി കുളങ്ങാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, റോക്കറ്റ് നിർമ്മാണം, വീഡിയോ പ്രദർശനം എന്നിവയുണ്ടായി. സ്റ്റാഫ് സെക്രട്ടറി ജിന ജോൺ, കൺവീനർമാരായ സ്നേഹ വിൽസൺ, K സ്റ്റെഫി, സണ്ണി, സോന ജോസ്, അധ്യാപകരായ ES ലീന, CM സീനത്ത്, അനു, സിൻഡോ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം MKM UP സ്കൂളിൽ നടന്ന ചാന്ദ്രദിന ആചരണത്തിൽ HS സെന്റ് ജോർജ് റിട്ടയേർഡ് പ്രധാന അധ്യാപിക ലിസി ചാക്കോ ചാന്ദ്രദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ക്ലാസ് എടുത്തു. ഗ്രഹങ്ങളെ അറിയാം, സൗരയൂഥത്തിന്റെ പ്രാധാന്യവും ഓരോ ഗ്രഹങ്ങളെയും അടുത്തറിയാൻ സാധിക്കുന്ന വിധത്തിൽ കുട്ടികൾ ഗ്രഹങ്ങളുടെ വേഷവിധാനത്തോടെ അഭിനയിച്ചു. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രദർശനം, ക്വിസ്, പോസ്റ്റർ പ്രദർശനം, റോക്കറ്റ് നിർമ്മാണം, ചാന്ദ്രദിന ഗാനം എന്നിവയുമുണ്ടായി. പ്രധാനാധ്യാപിക സ്റ്റെനി K സ്റ്റീഫൻ, ലിജോ മാസ്റ്റർ, സയൻസ് ക്ലബ് കൺവീനർമാരായ ജുഷ K ജോസ്, സിമി C ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ CM UP സ്കൂളിൽ ചാന്ദ്രദിനം ആഘോഷിച്ചു. ഓരോ ക്ലാസുകളിലെയും കുട്ടികൾ ചാന്ദ്രദിന പതിപ്പുകൾ തയ്യാറാക്കി. ക്വിസ് മത്സരം, റോക്കറ്റ് നിർമ്മാണം, പാട്ടുകളുടെ അവതരണം എന്നിവയുമുണ്ടായി.
പ്ലാസ്റ്റിക് സമൂഹത്തിൽ ഉയർത്തുന്ന ഭീഷണി മുൻനിർത്തി ഉപയോഗശൂന്യമായ ന്യൂസ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റോക്കറ്റ് പ്രതീകാത്മകമായി വിക്ഷേപിച്ചായിരുന്നു ദിനാചരണം നടത്തിയത്. പ്രധാന അധ്യാപിക വിജി വില്യംസ്, PTA പ്രസിഡന്റ് TB രമേശ്, അധ്യാപകരായ സിന്ധു, വിനീത എന്നിവർ നേതൃത്വം നൽകി. അഗതിയൂർ DVM LP സ്കൂളിൽ ചാന്ദ്രദിനാചരണം അധ്യാപിക ജാൻസി C ചൊവ്വല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ചാന്ദ്രദിന പതിപ്പ് തയ്യാറാക്കി. ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, ബഹിരാകാശ യാത്രികരുമായുള്ള അഭിമുഖം, ചാന്ദ്രദിന ഗാന മത്സരം, മിനി പ്ലാനറ്റോറിയം എക്സ്പീരിയൻസ് തുടങ്ങിയവ നടത്തി. ബഹിരാകാശ യാത്രികരായ നീൽ ആംസ്ട്രോങ്ങായി അഭിനവ് കൃഷ്ണയും എഡ്വിൻ ആൾഡ്രിനായി അതുൽ കൃഷ്ണയും മൈക്കിൾ കോളിൻസായി ആയുഷ് ദേവും വേഷമിട്ടു. ചാന്ദ്രയാൻ 3G SLVയുടെ റോക്കറ്റ് ഫാൻസി ഡ്രസ് ആരാധ്യ KA, ദേവാൻഷി രജീഷ് എന്നിവർ പങ്കെടുത്തു. അധ്യാപകൻ ഗ്രിഗർ ചുങ്കത്ത് ചാന്ദ്രദിന ക്ലാസ് എടുത്തു. അധ്യാപകരായ സിമി, നേഹ, കവിത, ശാരിഷ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ ചാന്ദ്രദിനാഘോഷത്തിൽ റോക്കറ്റ് നിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം, ചാന്ദ്രദിന ക്വിസ്, ചാന്ദ്രയാത്രകളുടെ അധിക വിവരങ്ങൾ ശേഖരിക്കൽ, വാന നിരീക്ഷണം എന്നിവ ഉൾപ്പെടുത്തി. സയൻസ് ക്ലബ് കോർഡിനേറ്റർ ജിംസി ജെയിംസ് സംസാരിച്ചു. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ നടന്ന ചാന്ദ്രദിനം ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചാന്ദ്രദിന ക്ലാസിന് കൺവീനർ AACC നേതൃത്വം നൽകി. റോക്കറ്റ് മാതൃക നിർമ്മാണ മത്സരവും പോസ്റ്റർ രചനാ മത്സരവും ഡോക്യുമെന്ററി പ്രദർശനവും കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു. ചാന്ദ്രദിന ചുമർ പത്രികകൾ സ്റ്റാഫ് സെക്രട്ടറി ജോളി ജോസ് പ്രകാശനം ചെയ്തു. ശാസ്ത്രസമേതം പരിപാടിയുടെ ഭാഗമായുള്ള ചാന്ദ്രദിന ക്വിസിന് സയൻസ് ക്ലബ് കൺവീനർ C ഫ്ലെമി പ്രസാദും നേതൃത്വം നൽകി. ബാലസംഘം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടഞ്ചേരി യുവധാര സാംസ്കാരിക വേദിയിൽ എ പാർട്ടി വിത്ത് മൂൺ എന്ന പരിപാടി സംഘടിപ്പിച്ചു. ബാലസംഘം ഏരിയ സെക്രട്ടറി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ അക്കാദമിക് കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ഡോക്ടർ VC ബിനോജ് മുഖ്യപ്രഭാഷണം നടത്തി. സഹകരണ ബോർഡ് അംഗം ഷനൂജ്, യുവധാര സെക്രട്ടറി ഷനിൽ, KA ശ്രീധരൻ, നിതേഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ നായകൻ ശുഭാംശു ശുക്ലയോട് സംസാരിക്കാൻ അവസരം ലഭിച്ച ബാലസംഘം കൂട്ടുകാരൻ ഭഗത് ചന്ദ്ര അനുഭവങ്ങൾ പങ്കുവച്ചു. അമൃത അജിതൻ സ്വാഗതവും നാജിയ റഹ്മാൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്കായി വീഡിയോ പ്രദർശനവും നടത്തി. ചാലിശ്ശേരി ആലിക്കരയിൽ CPM DYFI നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിക്കാനായി സംഘടിപ്പിച്ച യോഗം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും വാഗ്മിയുമായ ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം AK ഷാനിബ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വാർഡ് മെമ്പർ ഷഹന മുജീബ്, TM കുഞ്ഞിക്കുട്ടൻ, പ്രയാൺ, ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. 5 വർഷത്തെ വികസന കാഴ്ചപ്പാടിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മെമ്പർ ഷഹന മുജീബിനെയും ഗായകൻ ദേവരാജൻ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, കർഷകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു. CK സുഷി അധ്യക്ഷനായി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൂലൈ 24-ന് പിതൃസ്മൃതി ദിനാചരണ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 4-ന് രുക്മണി റീജൻസിയിൽ നടക്കുന്ന പിതൃസ്മൃതി സമ്മേളന സദസ്സ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. തെക്കുമുറി മാധവൻ നായർ സ്മരണാർത്ഥം നൽകുന്ന പിതൃസ്മൃതി പുരസ്കാരം ജ്യോതിഷരത്നവും പണ്ഡിതശ്രേഷ്ഠനുമായ കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാടിനും കണ്ടിയൂർ സുശീലാമ്മ സ്മരണാർത്ഥം നൽകുന്ന മാതൃസ്മൃതി പുരസ്കാരം എഴുത്തുകാരി സരസ്വതി കൃഷ്ണൻകുട്ടിക്കും നൽകി ആദരിക്കും. കൂട്ടായ്മ കുടുംബാംഗങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റ് വിദ്യാർത്ഥി സ്കോളർഷിപ്പ് മമയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ വിതരണം ചെയ്യും. അരനൂറ്റാണ്ടിലേറെ പിതൃതർപ്പണ ബലികർമ്മവുമായി ആയിരങ്ങൾക്ക് മോക്ഷപ്രാപ്തി നൽകുന്ന ആചാര്യൻ രാമകൃഷ്ണൻ ഇളയതിന് ഗുരുദക്ഷിണയും വസ്ത്രവും നൽകി സ്നേഹവന്ദനം സമർപ്പിക്കും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ ജേതാക്കൾക്ക് സമ്മാനിക്കും. കൂട്ടായ്മ സ്ഥാപകരും മാധ്യമപ്രവർത്തകരുമായിരുന്ന A വേണുഗോപാൽ, ജനു ഗുരുവായൂർ എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കും. വിട പറഞ്ഞ കൂട്ടായ്മ അംഗങ്ങളുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും. ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, രവി ചങ്കത്ത്, ബാലൻ വാരണാട്ട്, ശ്രീധരൻ മാമ്പുഴ, ജയറാം ആലക്കൽ, ശശി കേനാടത്ത്, മുരളി അകമ്പടി, രവി വട്ടരങ്ങത്ത്, ഹരിദാസ് മാമ്പുഴ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവം സ്പെക്ട്രം സാഗ 2025 ലോഗോ പ്രകാശനം ചെയ്തു. ഫാദർ മെൽവിൻ മാത്യു പ്രകാശന കർമ്മം നിർവഹിച്ചു.
വിദ്യാർത്ഥികളിലെ കലാവാസനകളെ വളർത്തിയെടുക്കുന്നതിൽ സ്കൂൾ യുവജനോത്സവങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് ഫാദർ മെൽവിൻ മാത്യു ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ നിന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ CS അലോനയാണ് സ്പെക്ട്രം സാഗ 2025 എന്ന പേര് നിർദ്ദേശിച്ചത്. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, യുവജനോത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളായ P ബിന്ദു, ലിഷ ലോനപ്പൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. വൈദ്യരത്നം തലക്കോട്ടുകര ആയുർവേദശാലയും കേച്ചേരി വളപ്പിൽ കൂട്ടായ്മയും സംയുക്തമായി സൗജന്യ ആയുർവേദ പരിശോധനാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച വൈദ്യപരിശോധന 1 മണിവരെ തുടർന്നു. ക്യാമ്പിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് സൗജന്യമായി മരുന്ന് വിതരണവും നടത്തി. എരുമപ്പെട്ടി കോട്ടപ്പുറം മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച കർക്കിടക വാവു ബലിയോടനുബന്ധിച്ച് ഭക്തർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ബലിതർപ്പണം നടത്തുന്ന ഭക്തർക്ക് ലഘുഭക്ഷണം ഒരുക്കിയതായും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കോതച്ചിറ ആത്രശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 4-ന് മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭഗവതി സേവയും നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് തൃശൂർ ശ്രീ ശിവനാരായണന്റെ രാമായണ പ്രഭാഷണവും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായി. ക്ഷേത്ര ഭാരവാഹികൾ നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് കുടക്കുഴി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ പാരായണം നടന്നു. ഇ ചന്ദ്രൻ, KG രവി, ശ്രീദേവിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശമംഗലം ശ്രീരാമകൃഷ്ണ തപോവനത്തിലെ ശുദ്ധവിഗ്രഹ തീർത്ഥപാദർ രാമായണം തത്വപ്രവചനം നടത്തി. ഒക്ടോബർ 7 മുതൽ 21 വരെ നടത്തുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രഭാഷണമുണ്ടായിരുന്നു. ഇ ചന്ദ്രൻ ആചാര്യന് ദക്ഷിണ നൽകി. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,140 രൂപ, പവന് 73,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. ചരമം. പ്രമുഖ വ്യവസായി വടക്കേക്കാട് തൊഴിയൂർ മത്രങ്കോട്ട് വീട്ടിൽ ഹൈദർ ഹാജി നിര്യാതനായി. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന അദ്ദേഹം തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ഹൈസൺ മോട്ടോഴ്സ്, ഫാമിലി ഫുഡ് സെന്റർ, ഖത്തർ, IAS ചിറ്റിലപ്പള്ളി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെ സ്ഥാപകാംഗമാണ്. കുന്നംകുളം യൂണിറ്റി ആശുപത്രി ഡയറക്ടർ ബോർഡ് അംഗമാണ്. പരേതയായ ജമീലയാണ് ഭാര്യ. ഫൈസൽ, ജമാൽ, അൻവർ, ആഷിഖ്, നസീമ എന്നിവർ മക്കളാണ്. സംസ്കാരം ഖത്തർ മിസൈമീർ ഖബർസ്ഥാനിൽ നടത്തി. വേലൂർ പള്ളിക്ക് സമീപം ചീരമ്പൻ പൗലോസ് സേവിയർ നിര്യാതനായി. 73 വയസ്സായിരുന്നു. മേഖലയിലെ പലചരക്ക് വ്യാപാരിയായിരുന്നു. സംസ്കാരം വേലൂർ സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ലിസി ഭാര്യയും ആൻസ്ലിൻ, അൻബീന എന്നിവർ മക്കളുമാണ്. കേച്ചേരി മഴുവഞ്ചേരി അറങ്ങാശ്ശേരി ജോസ് ഭാര്യ ലില്ലി നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ലിജോ, സിജോ എന്നിവർ മക്കളാണ്. വടക്കേക്കാട് കല്ലൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മതിയാട്ട് ദാസൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുലോചന ഭാര്യയും അഞ്ജന, അക്ഷയ, അരുൺ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അന്തരിച്ചു. 102-ാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനുക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശീല വീണത്. VSന്റെ സംസ്കാരം ബുധനാഴ്ച. ചൊവ്വാഴ്ച ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. സംസ്ഥാനത്ത് 3 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച പൊതു അവധി. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുമായി സമരസമിതി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് സംബന്ധിച്ച് 29-ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ് ഉടമ സംഘടനാ നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി സംയുക്തമായി ചർച്ച നടത്തും.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അഞ്ഞൂർ കമ്പനിപ്പടി ചെമ്പിൽ വീട്ടിൽ പരേതനായ രാമൻകുട്ടി ഭാര്യ ശാരദയുടെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.